നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ ഈ 2025 ഒന്നാമത്തെ മാസത്തിൻ്റെ അവസാന ദിവസം എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ ഒരു മാസം കടന്നുപോയത് നമ്മളാരും അറിഞ്ഞില്ല. എത്ര പെട്ടെന്നാണ് കടന്നുപോയേ. ഈ 31-ാം തീയതി ഞങ്ങളിത് റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പോഴത്തെ സമയം വൈകിട്ട് 7:15 സമയമാണ്. അപ്പോൾ ചിന്തിക്കുക, നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ, ദിവസങ്ങളൊക്കെ എത്ര വേഗത്തിലാണ് പോകുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ എത്രയും വേഗം നമ്മൾ പ്രത്യാശിക്കുന്ന ആ തുറമുഖത്തെത്തും. എന്നാൽ ഈ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ മുച്ചൂട് മുടിക്കാൻ നമ്മുടെ ശത്രുവായ പിശാച്, ഈ ലോകത്തിൻ്റെ ദൈവമെന്ന് വിളിക്കുന്ന പിശാച് വളരെ കണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും നമ്മളെ വിശ്വാസത്യാഗിയാക്കി മാറ്റുവാൻ, ദൈവവചനത്തിൽ നമ്മളെ അവിശ്വാസം കൊണ്ടുവരുവാൻ ഒക്കെ ശത്രു പ്രവർത്തിക്കും. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ദൈവം കോഷ്കിൻ്റെ ദൈവമല്ല. അവിടുന്ന് കള്ളം പറയുകയില്ല. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ അതുപോലെ നിവർത്തിക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളെല്ലാം ചിന്തിക്കുന്നത്, നമ്മൾ രക്ഷിക്കപ്പെട്ടെങ്കിൽ നമ്മുടെ രക്ഷ നഷ്ടമാകുകയില്ല എന്നുള്ളത് തന്നെയാണ്. അതിനെക്കുറിച്ച് ഊട്ടി ഉറപ്പിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ വീണ്ടും ഞാൻ നിങ്ങളോട് കൂടെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന് ഒന്നാമതായിട്ട് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗം 1 പത്രോസ് 1-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള ഭാഗമാണ്. ഞാൻ വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. കണ്ടോ, നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് എന്തിനാണെന്നാ? നമുക്ക് വേണ്ടി സ്വർഗത്തിൽ അനേക കാര്യങ്ങൾ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ലോകത്തിൽ നമുക്കുള്ളതിനെ നമ്മൾ മുറുകെ പിടിച്ചോണം. അതെന്തുവാ? ദൈവത്തിൻ്റെ സത്യവചനം, ഈ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം. പ്രിയമുള്ളവരെ, നമുക്കുള്ളത് ദൈവശക്തിയിൽ കാക്കപ്പെടുന്നു. നമ്മളും നഷ്ടമാകത്തില്ല, നമുക്കുള്ളതും നഷ്ടമാകത്തില്ലെന്ന് ഈ വചനം ഉറപ്പ് തരികയാണ്. നിങ്ങൾ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, തിരുവചനം വളരെ വ്യക്തമായും പറയുന്നു, നിങ്ങൾ ദൈവശക്തിയാൽ കാക്കപ്പെടുകയാണ്. നിങ്ങളെ മാത്രമല്ല, നിങ്ങൾക്കുള്ളതും. അതാ ഒരു ഭക്തനോടുള്ള ബന്ധത്തിലുള്ള സത്യം. നമുക്കറിയാമല്ലോ, ഇയ്യോബിന് പല നിലകളിലും പിശാച് താറടിക്കാൻ അല്ലെങ്കിൽ നശിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ കഴിഞ്ഞില്ല. അവിടെ പിശാച് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. പിശാചിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്നറിയോ? ഈ 1:10 അവിടെ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്, നീ അവനും അവൻ്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? കണ്ടോ പ്രിയമുള്ളവരെ, നീ അവനും അവൻ്റെ വീടിനും അവനുള്ള സകലത്തിനും. നോക്കുക, അപ്പോൾ ഒരു ദൈവത്തിൻ്റെ പൈതൽ എപ്പോഴും ദൈവത്താൽ കാക്കപ്പെടുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമല്ലേ പ്രിയമുള്ളവരെ? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടു, വിശുദ്ധന്മാർ അവിടുത്തെ കരങ്ങളിലാണ് പ്രിയമുള്ളവരെ. അവിടുത്തെ കരങ്ങളിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയില്ല. അപ്പം ദൈവം നമ്മളെ എങ്ങനെ സൂക്ഷിക്കുന്നു? മാത്രമല്ല, നമ്മൾ വീണ്ടും ജനിച്ചു. നമ്മൾ ആ ജനിച്ചത് എങ്ങനെയാണ്? ദൈവത്തിൽ നിന്നുള്ള ജനനമാണ്. അത് നമുക്കറിയാം. യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ജനനം, അത് വീണ്ടും ജനനം, അത് സ്വർഗത്തിൽ നിന്നുള്ള ജനനമാണ്, ഉയരത്തിൽ നിന്നുള്ള ജനനമാണ്. ആ ജനനം പ്രാപിച്ച ദൈവമക്കൾ അവർ ഉയരത്തിലെ എല്ലാത്തിൻ്റെ അവകാശികളാണ്. നമ്മൾ റോമാലേഖനം നമുക്ക് അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നത്, 8-ന്റെ
17 ഇവിടെ വായിക്കുന്നത്, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. കണ്ടോ? അപ്പോൾ നാം ദൈവത്തിൻ്റെ അവകാശികളല്ലേ പ്രിയമുള്ളവരെ? നമ്മൾ വീട്ടിൽ ജനിച്ചാൽ ആ വീട്ടിൽ ജനിച്ച എല്ലാ മക്കൾക്കും ആ വീട്ടിലെ മാതാപിതാക്കളുടെ ഉള്ളതിൻ്റെ എല്ലാത്തിൻ്റെ അവകാശമുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സകലത്തിലും നമുക്ക് അവകാശമുണ്ട്. കാരണം നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചു. ക്രിസ്തുവിൽ നമുക്ക് കൂട്ടവകാശമുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പദവികൾ എത്ര വലുതാ പ്രിയമുള്ളവരെ! ഇതൊക്കെ നഷ്ടമാകും എന്ന് ചിന്തിക്കുന്നതിനകത്തൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇപ്പോൾ ഒരു മകൻ തല്ലിപ്പുള്ളി ആയതുകൊണ്ട് അവന് അവകാശമൊന്നും കൊടുക്കുകയെന്നൊരു പിതാവിന് പറയാൻ പറ്റുമോ? ഇല്ല. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം തല്ലിപ്പുള്ളി എന്നുള്ളൊരു കാര്യമില്ല. ദൈവമക്കളെ, അവർക്ക് ദൈവത്തെ അനുസരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെയുള്ളൊരു പ്രബന്ധമല്ലേ ദൈവം നമ്മൾ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മളിന് പുതിയ ഹൃദയമുണ്ട്, നമുക്ക് പുതിയ മനസ്സുണ്ട്. ആ മനസ്സ് കർത്താവിൻ്റെ മനസ്സാണ്, ക്രിസ്തുവിൻ്റെ മനസ്സ്. 1 കൊരിന്ത്യർ 2:16 വായിക്കുന്നത്, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ തന്നെയെന്നാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സുണ്ട്, നമുക്കൊരു പുതിയ ഹൃദയമുണ്ട്. അത് ദൈവത്തിൻ്റെ വചനം എഴുതപ്പെടാനുള്ള ഹൃദയമാണ്. ആ ഹൃദയം കൂടാതെ നമുക്ക് പുതിയൊരു ആത്മാവുണ്ട്. നമ്മുടെ ആത്മാവ് പാപത്താൽ മരിച്ചു കിടന്നു, അതിനെ ജീവിപ്പിച്ചു. എന്നൊരു പുതിയ ആത്മാവാണ്. ആ ആത്മാവിലേക്ക് ദൈവം തൻ്റെ ആത്മാവിനെയും പകർന്നു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, എൻ്റെ വിധികളിൽ ഞാൻ നടക്കുമാറാക്കും. കണ്ടോ? നമ്മുടെ കഴിവുകൊണ്ടാണോ? ഒരിക്കലുമല്ല. ദൈവത്തിൻ്റെ കൃപയാൽ. ഇതെല്ലാം കർത്താവ് ചെയ്ത കാര്യങ്ങളില്ലേ? അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ കർത്താവ് തൻ്റെ ദിവ്യശക്തിയാൽ നമ്മളെ സൂക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ എവിടെയാണ് പ്രിയമുള്ളവരെ? ഇന്ന് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 7 വരെ വായിക്കുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ നമ്മളെ ഉയർപ്പിച്ചിട്ട് എന്ത് ചെയ്തിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഞാൻ വായിക്കാം. അതിക്രമങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്തിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. കണ്ടോ? നമ്മൾ എന്ത് ചെയ്തിരിക്കുന്ന? സ്വർഗത്തിൽ കർത്താവിനോടുകൂടെ ഇരുത്തിയിരിക്കുന്നു. പിതാവിൻ്റെ ദൃഷ്ടിയിൽ വീണ്ടും ജനിച്ച നാം എല്ലാവരും ക്രിസ്തുവിൽ സ്വർഗത്തിൽ തന്നോടുകൂടെ ഇരുത്തിയിരിക്കുന്നു. അതല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഈ സത്യമൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് വേണ്ടി ക്രിസ്തുവിലൂടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണണം. അങ്ങനെ നമുക്ക് ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഒരു ശക്തിക്കും പിടിച്ചു നിർത്താൻ കഴിയില്ല. അപ്പോൾ നമ്മൾ യഥാർത്ഥമായും വീണ്ടും ജനിച്ചവരാണെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റുന്ന കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരായിരിക്കും. യഥാർത്ഥ ശിഷ്യൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽക്കും. യഥാർത്ഥ ശിഷ്യൻ ഗുരുവിനെ അനുഗമിക്കും. യഥാർത്ഥ ശിഷ്യൻ ഗുരുവിനെ അനുകരിക്കും. ഇതെല്ലാം ചെയ്യും. ദൈവവചനത്തിൽ നിലനിൽക്കും, കർത്താവിനെ അനുഗമിക്കും, കർത്താവിനെ അനുകരിക്കും. ഇതെല്ലാം ചെയ്യും ഒരു യഥാർത്ഥ ശിഷ്യൻ. അപ്പോൾ ഞാൻ ഇന്നൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ, കാരണം ശിഷ്യന്മാരെയാണല്ലോ അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാരെന്ന് വിളിച്ചത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് നമുക്ക് ഈ ദൈവത്തിൻ്റെ വചനത്തെ അതുപോലെ നിവർത്തിക്കുവാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ഇന്ന് കർത്താവിലാണെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ഇന്ന് നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നതിൻ്റെ അടയാളം കർത്താവിൻ്റെ വചനം പ്രമാണിക്കുമെന്ന് തന്നെയാണ്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, 14-15, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. കണ്ടോ? സ്നേഹിക്കുന്നവൻ വചനം കാക്കും, അല്ലെങ്കിൽ ഒരു കാരണവശാലും വചനത്തിന് പുറത്തു പോയില്ല. ഫിലദെൽഫിയ സഭയുടെ ശ്രേഷ്ഠത എന്തായിരുന്നു? നിങ്ങൾ എൻ്റെ വചനം കാത്തു എന്നായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, ഞാനും നിങ്ങളെ കാക്കും. വെളിപ്പാട് 3:10 നമ്മളെല്ലാം ശ്രദ്ധിക്കണം. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് അവിടുത്തെ അനുസരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളതിൻ്റെ യോഹന്നാൻ 14:21 വായിക്കുമ്പോൾ 21, എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു,
എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. ഉണ്ടോ? നമുക്ക് കർത്താവിനെ വെളിപ്പെട്ട് കിട്ടുന്തോറും നമ്മൾ ഈ ലോകത്തിൽ മറ്റൊന്നും ആഗ്രഹിക്കുകയില്ല പ്രിയമുള്ളവരെ. നമ്മൾ മറ്റൊന്നും ആഗ്രഹിക്കില്ല. ഇന്നും നമുക്ക് കർത്താവിനെ ലഭിച്ചെങ്കിലും ആ കർത്താവിനെ നമുക്ക് ശരിക്കും വെളിപ്പെട്ട് കിട്ടിയില്ല. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇതൊക്കെ ഒരു നിസ്സാരമായിട്ട് തോന്നുന്നത്. എന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിനെ ആ വെളിപ്പെട്ട് കിട്ടിയാൽ പിന്നെ കർത്താവിനെ അല്ലാതെ നമ്മൾ മറ്റൊന്നും ആഗ്രഹിക്കില്ല. കർത്താവെ നീ മാത്രം മതി എനിക്കെന്ന് പറയും. അത് പറയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ മറ്റെല്ലാം ചപ്പൊന്നും ചവർന്ന് എണ്ണുവാൻ നമുക്ക് കഴിയും. ഓരോ സ്ത്രീ അതല്ലേ പറഞ്ഞേ, ക്രിസ്തുവിനെ നേടേണ്ടതിന്. അപ്പോൾ നമുക്ക് ക്രിസ്തുവിനെ നേടുക, ക്രിസ്തുവിനെ നമ്മൾ കൂടുതലായി, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇപ്പം ഞാൻ ആഗ്രഹിച്ചു എന്ന് 1 കൊരിന്ത്യർ 2:2 പൗലോസ് പറയുന്നുണ്ട്. ശ്രദ്ധിക്കപ്പെടുന്നത് കാരണം അവനെ ഒന്ന് കണ്ടാൽ, ആ കർത്താവിനെ ഒന്ന് കണ്ടാൽ, ആ കൂട്ടായ്മ ലഭിച്ചാൽ പിന്നീട് മറ്റൊന്നും ആഗ്രഹിക്കില്ല. അതാണ് സത്യം. അപ്പോൾ അതിൻ്റെ 23-ാം വാക്യത്തിൽ, യോഹന്നാൻ 14:23 കർത്താവ് പറയുന്നുണ്ട്, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ഉണ്ടോ? ത്രിയേക ദൈവത്തിൻ്റെ വാസം നമുക്ക് അനുഭവമാക്കുന്നത് എപ്പോഴറിയാവോ? നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിൽക്കുമ്പോൾ, ആ വചനം പ്രമാണിക്കുമ്പോൾ. എത്ര സൗന്ദര്യമുള്ള കാര്യമാണ്. ആ ദൈവിക കൂട്ടായ്മ നമ്മൾക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയുന്നുണ്ടോ? അതാണ് ഇന്ന് നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. എന്നാൽ ഈ സത്യങ്ങളൊന്നും വെളിപ്പെട്ട് കിട്ടരുതെന്നാണ് ശത്രുവിൻ്റെ ലക്ഷ്യം. അപ്പം യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ, യോഹന്നാൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം, നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. കണ്ടോ? നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് എങ്ങനെ അറിയുന്നു? അവൻ തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നതിനാൽ അറിയുന്നു. ഈ അറിവ് നമുക്കുണ്ടോ? ഈ അറിവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ 3:24 വായിക്കാം. 3:24, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. കണ്ടോ? അപ്പോൾ ഈ വസിക്കുന്ന അനുഭവം എപ്പോഴാണ്? അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുമ്പോൾ, അവിടുത്തെ വചനം പ്രമാണിക്കുമ്പോൾ. ഇന്ന് ദൈവവചനത്തിന് പലരുടെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല. നമുക്ക് ദൈവവചനത്തോടുള്ള യഥാർത്ഥമായിരിക്കുന്ന ആ അനുസരണമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ആ സ്വർഗീയ സന്തോഷത്തിലായിരിക്കാൻ കഴിയും, ദൈവരാജ്യത്തിൻ്റെ ശരിയായ അനുഭവത്തിൽ. അങ്ങനെ ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം കർത്താവ് നമ്മളെ എന്ത് ചെയ്തു? നമ്മളെ വീണ്ടെടുപ്പ് നാളിനായി മുദ്ര ചെയ്തു. പരിശുദ്ധാത്മാവിനെ നമ്മൾ ഒരിക്കലും ദുഃഖിപ്പിക്കാൻ പാടില്ല. എഫേസ്യർ 4:30 നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടേണ്ടവരാണ് ദൈവമക്കൾ. അത് നമ്മൾ ഇന്നലെയും ചിന്തിക്കുകയുണ്ടായി. മാത്രമല്ല, നമ്മളെ എവിടെ ആക്കി വെച്ചിരിക്കുന്നത്? പുത്രൻ്റെ രാജ്യത്തിൽ. രക്ഷിക്കപ്പെട്ടവരെല്ലാവരും ഇപ്പോൾ എവിടെയാണ്? പുത്രൻ്റെ രാജ്യത്തിൽ. കൊളോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യം, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടിവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത. അപ്പോൾ അതിൻ്റെ 13-ാം വാക്യമാണ്, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ചു, തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചു. കണ്ടോ? നമ്മൾ പുത്രൻ്റെ രാജ്യം, നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കൾ, ദൈവമക്കൾ. ഇതൊക്കെ പറയുമ്പോൾ എത്ര ഉന്നത നിലവാരത്തിലുള്ള കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ. ഇതായിരിക്കണം നമ്മുടെ അനുഭവം. അപ്പം ഞാൻ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് ഞാൻ പുത്രൻ്റെ രാജ്യത്തിലാണ്. ആ പുത്രൻ്റെ രാജ്യത്തിലുള്ള സഹവിശ്വാസികളുമായിട്ട് വളരെ നല്ല സഹവർത്തിത്വത്തിലാണ്. അങ്ങനെ ഒരു ജീവിതമാണ് ദൈവമക്കൾക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നാസിക്കിലുള്ള ദൈവസഭയിൽ എല്ലാ വിശുദ്ധന്മാരും ഒരു കുടുംബം എന്ന പോലെ ഈ സന്തോഷം അനുഭവിക്കുന്നവരാണ്. വളരെ എല്ലാവരും ഓരോരുത്തരും പരസ്പരം കരുതുന്നവരാണ്. നല്ല ആത്മാർത്ഥതയോടുകൂടി സ്നേഹബന്ധത്തിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ
വളരെ പ്രാഗൽഭ്യത്തോടെ എനിക്കത് പറയാൻ കഴിയും. ഞാൻ ഈ നാളുകളിലൊക്കെ അത് വളരെ ധാരാളമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഭാര്യ സഹോദരി വീണ് 1 ലിറ്ററിൽ കൂടുതൽ രക്തം പുറത്തുപോയി. വളരെ 4 ദിവസം അശോക ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു നാസിക്കിൽ. അവിടുന്ന് ഒരു വിധത്തിൽ ഡിസ്ചാർജ് മേടിച്ചപ്പോൾ വീട്ടിൽ താൻ വിശ്രമത്തിലാണ്. സഭയിലുള്ള എല്ലാവരും സ്വന്തം കുടുംബം പോലെ കരുതുന്നുകൊണ്ട് ഇവിടെ ഒരു സാധനം പോലും ഒരുക്കാൻ അവർ സമ്മതിക്കില്ല. എല്ലാം സമയാസമയങ്ങളിൽ വളരെ കൃത്യതയോടെ വളരെ കരുത്. എത്ര വലിയ ഭാഗ്യമാണ് പ്രിയമുള്ളവരെ. ഇതൊക്കെയൊന്നും അല്ല ഞാൻ വലിയ കാര്യമായിട്ട് പറയുന്നത്. ദൈവസ്നേഹത്തിൽ എല്ലാവരും ചെയ്തുകൊണ്ട് ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവം സഭയിലൂടെ നമുക്ക് അനുഭവമാക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. ഇവിടെ വന്നു പോയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം കർത്താവിൻ്റെ യഥാർത്ഥമായ സ്നേഹം ആസ്വദിക്കുവാൻ തെസലോനിക്ക സഭ ഒരു മാതൃകാ സഭയായിരുന്നതുപോലെ നാസിക് സഭ ഇന്ന് ഒരു മാതൃകാ സഭയായി നിൽക്കുവാൻ കർത്താവ് കൃപയാൽ സഹായിക്കുന്നു. ഇതൊന്നും ആരുടെയും ഒരു പുണ്യപ്രവർത്തനം ഇതല്ല. എന്നാൽ അവർ ദൈവവചനത്തെ അതുപോലെ സ്നേഹിക്കുന്നു, കർത്താവിനെ അവർ പോലെ സ്നേഹിക്കുന്നു. പ്രിയമക്കളെ, നമ്മൾ ഈ ചെറിയൊരു ആയുസ്സിൽ നമ്മൾ ഈ അനുഭവം ഉള്ളവരായിരിക്കണം. അപ്പോൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ, ദൈവം തൻ്റെ കഴിഞ്ഞകാല നിത്യതയിലെ മുന്നറിഞ്ഞവരാണ് ഈ രക്ഷിക്കപ്പെട്ട നാം ഓരോരുത്തരും. എന്തിനു വേണ്ടി മുന്നറിഞ്ഞു അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മളെ ദൈവം എന്തിനു വേണ്ടി മുന്നറിഞ്ഞിരിക്കുന്നത്? നമ്മളെ റോമാലേഖനം 8:29 വാക്യം, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിനോട് അനുരൂപരാകുവാൻ നമ്മൾ മുൻ നിയമനം പ്രാപിച്ചിരിക്കുന്നു. വലിയ കാര്യമല്ലേ? ദൈവത്തിൻ്റെ മുൻ നിയമനം, ദൈവത്തിൻ്റെ മുന്നറിവ്, ദൈവത്തിൻ്റെ സർവജ്ഞാനം, അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് എത്ര നല്ലതാണ്. നമ്മളെ ദൈവം എപ്പോഴാണ് മുന്നറിഞ്ഞത്, അല്ലെങ്കിൽ ദൈവം നമ്മളെ എപ്പോഴാണ് ഇങ്ങനെ തിരഞ്ഞെടുത്തത്? നമ്മൾ ജനിച്ചതിന് ശേഷമല്ല, ആദാമിനെ ഉണ്ടാക്കിയതിന് ശേഷമല്ല. പിന്നെയോ നമ്മൾ ചിന്തിക്കണം. എഫേസ്യർ 1:4-6 വരെയുള്ള വാക്യം, എഫേസ്യർ 1:4-6 വാക്യം, നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവന് നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. കണ്ടോ, നമ്മളെ മുൻ നിയമിച്ചിരിക്കുക, നമ്മളെ മുന്നറിഞ്ഞതാ. ഇതൊക്കെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയല്ലേ ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ അപ്പോൾ ദൈവത്തിൻ്റെ മുന്നറിവ് തെറ്റിപ്പോകുമോ? ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് വീഴ്ച ഭവിക്കുമോ പ്രിയമുള്ളവരെ? ഒരിക്കലുമില്ല. അപ്പോൾ അങ്ങനെ നമ്മളെ ദൈവത്തിന് വേണ്ടി ദൈവം നമ്മളെ ആക്കി തീർത്തിരിക്കുക. ഇന്ന് നമ്മൾ ആരാണ്? ഇന്ന് നാം ദൈവമക്കളാകുന്നു. നമ്മൾ ആരായിരുന്നു? നമ്മൾ പിശാചിൻ്റെ മക്കളായിരുന്നു, പാപികളായിരുന്നു. നമുക്കറിയാം, യഹൂദന്മാരോട് പോലും കർത്താവ് പറഞ്ഞത് യോഹന്നാൻ 8:44 നിങ്ങൾക്കറിയാം, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ. അവിടെ പറയാം, അബ്രഹാമിൻ്റെ സന്തതി എന്ന് അവകാശപ്പെട്ട് നിഗളിച്ചവരോട് പറയുക. അതേ കാര്യം 1 യോഹന്നാൻ 3:8 കർത്താവ് ദൈവത്തിൻ്റെ വചനം പറയുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാണ്. അപ്പോൾ പിശാചിൻ്റെ മക്കളായി. അപ്പോൾ നമ്മളെല്ലാവരും പാപത്തിൽ തന്നെ, നമ്മുടെ അമ്മയുടെ ഉദരം മുതലേ നമുക്കറിയാം, സങ്കീർത്തനം 51:4 വാക്യം, നമ്മുടെ അമ്മയുടെ ഉദരത്തിലെ നമ്മൾ പാപത്തിലാണ് നമ്മൾ ജനിക്കുന്നത്, നമ്മൾ ഉത്ഭവിക്കുന്നത്. അങ്ങനെ പാപിയായി ജീവിക്കുക. എന്നാൽ അങ്ങനെയുള്ള നമ്മളെ എന്ത് ചെയ്തു? ദൈവം തൻ്റെ മക്കളാക്കി തീർത്തു. നമുക്കൊരു വീണ്ടും ജന്മം നൽകി. വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് ഇനി ആ കാര്യത്തിൽ സംശയമില്ല. വീണ്ടും ജനിച്ച വ്യക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് 1 യോഹന്നാൻ 3 അതിൻ്റെ 1, 2, 3 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ എങ്ങനെ കണ്ണ് നിറയാതിരിക്കും? പാപികളായി, ദുഷിതരായി, ശപിക്കപ്പെട്ടവരായി നിത്യാഗ്നിയിലേക്ക് യാത്ര ചെയ്ത് നമ്മെ
ദൈവം തൻ്റെ മക്കളാക്കി തീർത്തു, നമുക്കൊരു ജനനം നൽകി. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ എങ്ങനെ നമുക്ക് ഈ ദൈവത്തോട് നന്ദി ഇല്ലാതിരിക്കാൻ പറ്റും പ്രിയമുള്ളവരെ? 1 യോഹന്നാൻ 3:1 വായിക്കുന്നത്, കാൺമീൻ, നാം ദൈവമക്കളിൽ നിന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. എന്നിട്ട് പറയാണ്, ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെ അറിയുന്നില്ല. അതൊരു വലിയ കാര്യം. ഈ ലോകത്തിലെ ജനങ്ങൾക്ക് നമ്മളെ അറിയത്തില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണേ, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയപ്പോഴേ. ആ മകൾ സ്നേഹമല്ലേ നമ്മൾ ക്രൂശിൽ കാണുന്നേ? ആ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവരല്ലേ എല്ലാ ദൈവമക്കളും? അങ്ങനെ ആ സ്നേഹത്താൽ പിടിക്കപ്പെട്ട ദൈവമക്കളാണെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അവിടെ വായിക്കുകയാണ് നമ്മുടെ ഭാവിയെക്കുറിച്ച്. അവൻ വരുമ്പോൾ അവൻ താൻ ഇരിക്കുന്നത് പോലെ നമ്മൾ കാണുന്നത് കൊണ്ട് നാം അവനോട് സദൃശന്മാരാകും. അതല്ലേ നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയോടുകൂടിയല്ലേ നമ്മൾ വീണ്ടും ജനിച്ചേ? റോമർ 8:24 കാര്യം വായിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യാശയിലാണ് നാം വീണ്ടും ജനിച്ചത്. വീണ്ടും ജനിച്ചവർക്ക് ഈ പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ നിലനിർത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് 1 യോഹന്നാൻ 3:3 വായിക്കുന്നത്, ഈ പ്രത്യാശയുള്ളവരെല്ലാം ആ നിർമ്മലനായിരിക്കുന്നവർ തന്നെ നിർമ്മലീകരിക്കും. ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള വാഞ്ച അവർക്കുണ്ടാവും. അപ്പം നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഓരോ ദിവസവും ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെപ്പോഴും നമുക്കറിയാം നമ്മൾ മൺമയമായ ഈ ശരീരത്തിലാണ്. എന്നാൽ വീണ്ടും ജനിച്ചവർക്ക് ഒരു വലിയ പ്രത്യാശ. 1 കൊരിന്ത്യർ 15:49 വാക്യത്തിൽ പൗലോസ് പറയുന്നത്, പിന്നെ നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും. നമ്മുടെ ഭാവിയിൽ സ്വർഗീയത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ നമ്മളായിത്തീരും. ഇതൊരു വളരെ വിലപ്പെട്ട കാര്യമല്ലേ? അപ്പം ഇങ്ങനെയുള്ള ഈ പ്രത്യാശ ഉള്ളവരിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് വിശുദ്ധ ജീവിതം. ഒപ്പം തന്നെ നമ്മളൊരു മാനസാന്തര പ്രക്രിയ ഓരോ ദിവസം നടക്കും. ഇന്ന് ഓരോ ദിവസവും മാനസാന്തരപ്പെടാത്ത, രൂപാന്തര പ്രക്രിയയിലൂടെ മുന്നേറാത്തൊരു വ്യക്തി കർത്താവിൻ്റെ വരവിലും രൂപാന്തരപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ദൈവവചനമെന്ന കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ വചനം കേൾക്കുമ്പോൾ നമ്മുടെ കുറവുകൾ ദൈവത്തിൻ്റെ ആത്മാവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവയുടനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചുകൊണ്ട് വിശുദ്ധിയിൽ വളരുകയും ചെയ്ത ഒരു വിശുദ്ധൻ കർത്താവിൻ്റെ വരവിൽ വളരെയധികം തേജോമയനായി കാണപ്പെടും. അതിനെക്കുറിച്ചാണ് 2 കൊരിന്ത്യർ 3:18 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. പിന്നെ നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ജനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. കണ്ടോ? അപ്പോൾ ഓരോ ദിവസവും നമ്മൾ വിശുദ്ധിയുടെ പാതയിൽ മുമ്പേറും തോറും തേജസ്സിൽ നിന്നും തേജസ്സിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ, ദൈവത്തിൻ്റെ നിത്യപരിപാടിയിൽ നിന്നും ആരെയെങ്കിലും മറിച്ച് കളയുവാൻ സാത്താന് കഴിയുമോ? ഒരിക്കലുമില്ല. സർവശക്തനായ ദൈവം ഒരു പദ്ധതി ഇട്ടാൽ ആ പദ്ധതിയെ തകിടം മറിക്കാനായിട്ട് ശത്രുവിന് കഴിയുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ദൈവമല്ലാതാവും. അപ്പോൾ നമ്മളൊരിക്കലും രക്ഷിക്കപ്പെട്ട ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രക്ഷ നഷ്ടമായി പോകുമെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യവും വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ത്രികാല രക്ഷയെക്കുറിച്ചൊക്കെ അറിയത്തില്ലാത്തവർക്ക് രക്ഷ നഷ്ടമാകുമെന്ന് പറയുന്നത് അവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഈ പ്രാണന്റെ രക്ഷ നഷ്ടമാകുന്ന കാര്യം ഞാൻ നേരത്തെ ക്ലാസ്സിനകത്ത് വിശദമാക്കിയതാണ്. ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. അത് നഷ്ടപ്പെടാം. അവർ ജയാളികളായി തീരുകയില്ല. അവർക്ക് കർത്താവിൻ്റെ കാന്തയായി തീരുവാൻ, കർത്താവിൻ്റെ കൂടെ 1000 ആണ്ട് ഭരിക്കുവാനൊന്നും കഴിയാതെ വരും. അത് വേറെ വിശേഷം. അവർ സ്വർഗത്തിലുണ്ടാവും. അപ്പോൾ ഒരു കാര്യം, അവർ നരകത്തിലേക്ക് പോകുന്നില്ല. അതാണ് നിങ്ങൾ വളരെ വിശദമായി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കർത്താവ്, നമ്മൾ 1 കൊരിന്ത്യർ 1-ാം വാക്യം വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർ 1-ാം 8-ാം വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാളിൽ
കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. ആരുറപ്പിക്കും? കർത്താവ്. കർത്താവ് നമ്മളെ കുറ്റമില്ലാത്തവരായി ഉറപ്പിക്കും. ദൈവമക്കളെ, ഇതൊക്കെ വലിയൊരു വിശേഷപ്പെട്ട കാര്യമല്ലേ? കർത്താവിൻ്റെ നമ്മൾ എന്തെങ്കിലും ആയിരിക്കുന്നെങ്കിൽ നമ്മുടെ കഴിവുകൊണ്ടല്ല. നമ്മൾ ആത്മാവിനെ ഇന്നലെ നമ്മൾ കേട്ടതല്ലേ, നമ്മൾ ആത്മാവിനെ അനുസരിക്കണം, നമ്മൾ ദൈവവചനം അനുസരിക്കണം. അത് നമ്മുടെ കർത്തവ്യമാണ്, ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയ്ക്ക്. അങ്ങനെ വരുന്തോറും കർത്താവ് തൻ്റെ പ്രവൃത്തി നമ്മളിൽ ഓരോ ദിവസവും ചെയ്തെടുക്കുകയാണ്. നമ്മൾ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ അനുഗ്രഹീതമായ ഒരു മുന്നറിയിപ്പുണ്ട്. 1 തെസ്സലോനിക്കർ 5-ന്റെ 23-ഉം 24-ഉം ഞാൻ വായിക്കും. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. ആര്? ദൈവം തന്നെ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. ഇവിടെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്കൊന്നും യാതൊരു മാറ്റവുമില്ല. നമ്മുടെ കർത്താവ് അവിടുന്ന് സർവശക്തനായ ദൈവം. അപ്പം ആ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അപ്പോൾ തിരുവചനം നമുക്ക് ഇത്ര വ്യക്തമായും പറയുന്നെങ്കിൽ നമ്മൾ എത്ര സന്തോഷിക്കണം. അതേ കാര്യം തന്നെ നമ്മൾ ഫിലിപ്പ് ലേഖനം മലയാളത്തിൽ അത് 1:4, ഹിന്ദിയിൽ അത് 6. അത് നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളവും അതിനെ തികയ്ക്കും. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചതാരാ? നിങ്ങളാണോ? അല്ല, ദൈവമാണ്. അപ്പോൾ അവിടെ വായിക്കുന്നത് നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളവും അതിനെ തികയ്ക്കും എന്ന് വളരെ ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ആ ഉറപ്പ് വേണം കേട്ടോ. നിങ്ങൾ ആ ഉറപ്പ് പ്രാപിക്കണം. ഇവിടെ ഇത് ദൈവത്തിൻ്റെ വചനമാണ്. തിരുവചനത്തിന് മാറ്റമില്ല. ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാൾ ഒഴിഞ്ഞു പോവുകയില്ല. വളരെ വിലപ്പെട്ട സത്യങ്ങളാണ് ഇവിടെ. എല്ലാ ദൈവമക്കളോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. കർത്താവ് നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ രക്ഷിച്ചു, തൻ്റെ ആത്മാവിനെ നമ്മളെ മുദ്ര ചെയ്തു, തൻ്റെ ആത്മാവിനെ നമുക്ക് അച്ചാരമായി നൽകി, തൻ്റെ ആ ദിവ്യ ശക്തിയാൽ നമ്മളെ ഇന്ന് സൂക്ഷിക്കുന്നു. കർത്താവിൻ്റെ വരവിൽ നമ്മൾ കർത്താവിനോട് ചേർക്കപ്പെടും. നിത്യതയിൽ ലഭിക്കുന്ന പ്രതിഫലങ്ങൾക്കും കിരീടങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും വ്യത്യാസമുണ്ട്. അതൊക്കെ നമുക്ക് കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ അതെല്ലാം നമുക്ക് വെളിപ്പെടും. എന്നാൽ ഒരു കാര്യം, നമ്മൾ രക്ഷിക്കപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ഒരു കാരണവശാലും അവൻ്റെ രക്ഷ നഷ്ടമാകുന്നില്ലെന്ന് തന്നെയാണ് ഈ വചനങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി ചില കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. കർത്താവ് അനുവദിച്ചാൽ, കർത്താവിൻ്റെ ഓരോ താമസമുണ്ടായാൽ അടുത്ത ക്ലാസ്സിൽ നമുക്കത് കേൾക്കാം, ചിന്തിക്കാം. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മാത്രം എന്നേക്കും മാത്രം ഉണ്ടാകട്ടെ.